ഷാലോം ടി വിയുടെ ഇടയശബ്ദം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളുടെ കൂടെയായിരിക്കുന്നത് ഹൊസൂർ രൂപതയും രൂപതയുടെ ഇടയനായിരിക്കുന്ന സെബാസ്റ്റ്യൻ പൊഴിലിപ്പറമ്പിൽ പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിതാവെ, കഴിഞ്ഞ എപ്പിസോഡിൽ പിതാവിൻ്റെ കുറേ വിശേഷങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. പുതിയ വിശേഷങ്ങളുമായിട്ടാണ് പിതാവ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. പിതാവെ, വൈദിക സെമിനാരി പരിശീലനത്തിൽ 4 തരത്തിലുള്ള ഫോർമേഷനുണ്ട്. ഒന്ന് സ്പിരിച്വൽ, ഇൻ്റലക്ച്വൽ, പാസ്റ്ററൽ, ഹ്യൂമൻ ഫോർമേഷനുകൾ. ഒരു വൈദികന് ആവശ്യമായിട്ടുള്ളതാണ് ഈ 4 അജപാലന രീതികൾ. പിതാവിന് ഈ കാലഘട്ടത്തിൽ വൈദികരോട് പറയാനുള്ളത് ഏതെല്ലാം രീതികളാണ് ആവശ്യമെന്നുള്ളത്? 4ഉം ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏതാണ്? അച്ഛന്മാർ, ഞാൻ എൻ്റെ രൂപതയിൽ ഈ പ്രസ്ബിറ്ററൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു കുറേ കാലം. അച്ഛന്മാരെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, പ്രത്യേകിച്ച് ഇടവക വൈദികരെ കുറിച്ച്. ഞാൻ വളരെയേറെ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇടവക വൈദികരുടെ താമസ സൗകര്യങ്ങളും മറ്റൊക്കെ മാറ്റേണ്ട രീതി കഴിഞ്ഞെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും അച്ഛന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ കുറ്റം പറയാൻ ആൾക്കാരുള്ളൂ. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് ഇടവകയിലും ആൾക്കാർ കിട്ടുന്നില്ല, അച്ഛന്മാരുടെ കൂട്ടായ്മയിലും എന്തുമാത്രം സപ്പോർട്ട് കിട്ടുന്നുള്ള സംശയമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം അടുത്ത് തന്നെ 1-2 അച്ഛന്മാർക്ക് ഉണ്ടായ പ്രത്യേക സാഹചര്യങ്ങൾ നിശ്ചിതമായിട്ട് മീഡിയയിലൂടെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അച്ഛന്മാരൊക്കെ മനുഷ്യരാണെന്നും അവർക്ക് സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമാണ്, സ്പിരിച്വൽ സപ്പോർട്ട് ആവശ്യമാണ്, ഫിസിക്കൽ സപ്പോർട്ട് ആവശ്യമാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ബിഷപ്സ് മാത്രമല്ല, രൂപത മുഴുവൻ ചിന്തിക്കണം. അതുപോലെ ഇടവക സമൂഹം മുഴുവൻ ചിന്തിക്കണം. അത് കാലഘട്ടം അതിക്രമിച്ച് ചിന്തിക്കാം. നമ്മുടെ ഈ സംവിധാനങ്ങളിൽ തന്നെ ഞാൻ പറയുക, ഒരു കോമൺ പ്രിസ്ബിറ്ററി സംവിധാനം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചു. ഞാൻ ഹൊസൂർ രൂപതയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, കേരളത്തിലെയും രൂപതകളിൽ 2-3 പള്ളികൾ, 3 പള്ളികൾ ഒരുമിച്ച് ആ പള്ളികളുടെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയ സ്ഥലം കണ്ടിട്ട് ചെറിയ വീട്, ഈ 3 പള്ളികളും ഓൺ ചെയ്യുന്നൊരു വീട്, 3-4 മുറികളായിട്ട്. അത്രയും വലിയ പ്രശ്നമൊന്നുമല്ല അത് ഇന്നത്തെ കാലത്ത്. എന്നിട്ട് ഈ അച്ഛന്മാർ, ഈ 3 ഇടവകയിലെ ഇടവക വികാരിമാർ ഒരുമിച്ച് ആ വീട്ടിലായിരിക്കണം താമസിക്കുന്നത്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരച്ഛനും പ്രയാസനും സപ്പോർട്ട് കൊടുക്കുന്നു. ഒരു ഇടവകയിൽ പ്രശ്നം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 3, 4, 5 ആവാട്ടാ. ഞാനൊരു 3 എക്സാമ്പിൾ പറഞ്ഞതാണ്. ട്രിനിറ്റേറിയൻ ചിന്തയിൽ, യൂണിറ്റി ഇൻ ലവ് എന്ന് പറയില്ലേ, ട്രിനിറ്റേറിയൻ ചിന്തയിൽ അങ്ങനെ ഒരു പരസ്പരം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം. പണ്ട് ഓരോ ഇടവകകളിലും ഒരു അച്ഛൻ തനിച്ച് വേണ്ടിയിരുന്നു. കാരണം ആ ഇടവക ഗ്രാമീണ അന്തരീക്ഷമാണ്. ആ ഇടവകക്കാർ ഒരാൾക്ക് ഒരു ഇംഗ്ലീഷ് ലെറ്റർ വായിക്കണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വരണം. ഇപ്പം നേരം വെളുത്ത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് കാലമൊക്കെ മാറി. എത്ര കാലം കറക്റ്റത്തിന് മാറ്റം വന്നറിയാം, എത്ര നാളായിട്ട്. നമ്മൾ പണ്ടത്തെ ട്രഡീഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരച്ഛൻ ഒരു ഇടവക വികാരിയായിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ തനിച്ച്. പണ്ടാണെങ്കിൽ കുച്ചിനിക്കാരുണ്ടായിരുന്നു, ഇപ്പം കുച്ചിനിക്കാരനും ഇല്ല, ഒറ്റയാനായിട്ട്. ഇനി പണ്ട് ഭക്ഷണം വെച്ച് കൊടുക്കാൻ ആളില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചൂടാക്കി കഴിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ മടത്തിന്ന്. അതിപ്പോൾ മുഴുവൻ മുന്നോട്ട് മടങ്ങളിൽ ഭക്ഷണം വയ്ക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സിസ്റ്റമാൻ്റെ കാര്യം അവതാളത്തില്ല, പിന്നെ അച്ഛൻ്റെ കാര്യം നോക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഇതെന്തിനെ നേരം എടുത്ത് അന്ത്യാവോളം ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നതെന്നുള്ളതാണ് വേറെ ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിൽ. ഈ 3 അച്ഛന്മാർ ഒരുമിച്ച്, ഈ അച്ഛൻ ഫ്രീ ആണല്ലോ, സ്കൂട്ടറോ കാറോ ഉപയോഗിക്കാത്ത അച്ഛന്മാരില്ല. കുർബാനയ്ക്ക് വരിക, പിന്നെ പകലാവശ്യങ്ങൾ നിന്നോട്ടെ, വൈകുന്നേരം ഒരുമിച്ച് വന്നു. ഇനി ലേറ്റ് ആയിട്ട് വേണമെങ്കിൽ വന്നാൽ കുഴപ്പമില്ല. ഒരാളുടെ കീഴിലല്ല. ഈ 5 അച്ഛന്മാർ, ഇപ്പം 5 അച്ഛന്മാർ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ, കോമൺ പ്രിസ്ബിറ്ററിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരൊരുമിച്ച് താമസിക്കുന്നു കൂട്ടായ്മയിൽ. എവരിബഡി ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് 2 അച്ഛന്മാരോട് തന്നെ കുഴപ്പമില്ല. ഒറ്റപ്പെട്ട് ഒരു അച്ഛൻ താമസിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. അത് മുടക്കണം എന്നുള്ള എൻ്റെ ചിന്ത. കോമൺ പ്രിസ്ബിറ്ററി സംവിധാനം വരണം, ഇന്നലെ നാളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കോമൺ പ്രിസ്ബിറ്ററി എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അച്ഛന്മാർ തമ്മിൽ ഒരു സപ്പോർട്ടായി, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനോ ഒരു പ്രയാസമായി പറയാനോ.
അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒറ്റപ്പെട്ട നെഗറ്റീവ് സാഹചര്യം ഒഴിവാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ രൂപതയിലെ ദൈവജനവും വൈദികരും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ കുറച്ച് വീടുകളാണ് ഉള്ളൂ. ഉള്ള വീടുകളൊക്കെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അച്ഛന്മാർ പിന്നെ ഇവിടെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഒരച്ഛൻ ഇപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പ്രസ്ബിറ്ററൊക്കെ പണിത് താമസിക്കുന്നു. അത് ഒരച്ഛനല്ല, അറ്റ്ലീസ്റ്റ് രണ്ടച്ഛന്മാരെങ്കിലും ഒരുമിച്ച് താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതല്ലേ? കാരണം എത്രയൊക്കെ പറഞ്ഞാലും അച്ഛന്മാർ തന്നെ ഉള്ളു തുറന്ന് ആത്മാർത്ഥമായിട്ട് കൂട്ടുവരത്തുള്ളൂ. നമ്മൾ എത്ര വീടുകളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീടായിട്ടുള്ള ബന്ധം കൂടി ഒരു പരിധിവരെ അത് ഡിസ്റ്റൻസിൽ തന്നെയാണ് നിൽക്കത്തുള്ളൂ. ഓക്കെ. പിതാവ് ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഫിനാൻസ് ഓഫീസറായി, വികാരി ജനറലായി, ഒരു ബിഷപ്പിൻ്റെ കൂടെ ഒരു രൂപത കാര്യാലയത്തിൽ പ്രവർത്തിച്ച പിതാവാണ്. പിതാവ് അച്ഛനായതിനു ശേഷം പിന്നീട് ബിഷപ്പായി, പിതാവായി. അപ്പോൾ പിതാവിനറിയാലോ, ഒരു വൈദികന് ഒരു തെറ്റ് സംഭവിച്ചാൽ പിതാവ് എങ്ങനെയാണ് തിരുത്തുന്നത്? ഒരു വളരെ പ്രൂഡൻ്റായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരാളെ തള്ളിക്കളയുന്നതിനല്ല ക്രിസ്തു എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. പാപികളോട് പ്രത്യേക സ്നേഹം കാണിക്കുന്നതിനാണ് ഈശോ. തെറ്റ് ചെയ്യുന്നവരെ പ്രത്യേകം സ്നേഹിക്കുന്നതിനാണ് ഈശോ. കാരണം അല്ലെങ്കിൽ തിരുവചനം പറയില്ല 99 നീതിമാന്മാരെക്കാൾ അധികം അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗരാജ്യത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്നുള്ള തിരുവചനമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും അലിയടിക്കുന്ന തിരുവചനം. ബൈബിളിൽ മൊത്തത്തിലുള്ള തിരുവചനങ്ങളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള തിരുവചനം അതാണ്. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് 99 നീതിമാന്മാരെക്കാൾ അധികം സ്വർഗരാജ്യ സന്തോഷം ഉണ്ടാകും. അപ്പോൾ പാപിയാണ് മുന്നിൽ, നീതിമാനല്ല. നീതിമാൻ ഔട്ടാണ്. അനുദപിക്കുന്ന പാപിയാണ് യേശുവിൻ്റെ മുമ്പിൽ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും, എന്ത് തെറ്റിനടിമപ്പെട്ടാലും സ്നേഹത്തോടു കൂടി അനുതാപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവനവൻ്റെ കുഞ്ചുടിക്കുകയല്ല. എൻ്റെ ഒരു ചിന്ത അതാണ്. പിതാവ് സെമിനാരിലെ റെക്ടറച്ചനായിരുന്നു. പുതിയതായിട്ട് കടന്നു വരുന്ന, ദൈവവിളി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന, വൈദികനാകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുമക്കളോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് ഞാൻ പറയാം, നല്ല അച്ഛനായി മാറാനായിട്ട്. പിന്നെ അച്ഛന്മാരെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുക, ഒരിക്കലും പണത്തിനോടുള്ള ആഗ്രഹം പാടില്ലെന്ന് പറയും. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് പാടില്ലെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാനിപ്പോൾ 43 വർഷമായി. ഞാൻ പട്ടം കിട്ടിയ സമയത്ത് എനിക്കുണ്ടായ ചിന്ത ഇതാണ്, 1 രൂപ പോലും എൻ്റെ പേരിൽ അക്കൗണ്ട് പാടില്ല. ഞാൻ 1 രൂപ പോലും സമ്പാദിക്കാൻ പാടില്ല. 43 കൊല്ലത്തിൽ നിൽക്കുന്ന എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൽ 1 രൂപ പോലും സമ്പാദിച്ചിട്ടില്ല ഇതുവരെ. വീട്ടിൽ നിന്ന് തന്ന പൈസ ഉണ്ടെങ്കിൽ ഓക്കെ, അത് വേറെ കാര്യം. ആ വീട്ടിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും പൈസ അത് പാരൻസ് തരുന്ന വിഹിതം എന്നൊക്കെ പറയില്ലേ, അത് മേടിച്ചിട്ടുണ്ട്. അല്ലാതെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 1 രൂപ പോലും. പിന്നെ ഞാൻ വിദേശത്തൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഓർക്കുന്നത് അന്നത്തെ എൻ്റെ ചിന്ത ഇതാണ്, ഈശോ കാലിത്തൊഴുത്തിൽ പറഞ്ഞത്, ഹി വാസ് പുവർ ആൻഡ് വി ഹാവ് ടു ബി പുവർ ടു ബി വിത്ത് ദ പുവർ. നമ്മൾ പാവപ്പെട്ടവരുടെ പക്ഷം ചേരാനാണ് ഈ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ പക്ഷം ചേരാൻ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഞാൻ പണക്കാരനാണെങ്കിൽ ഇത് നടക്കില്ല. ഐ ഹാവ് ടു ബി പുവർ. ദാറ്റ്സ് വൈ ജീസസ് വാസ് ബോൺ ഇൻ കാലിത്തൊഴുത്തിൽ പിറക്കാൻ കാരണം അതാ. അപ്പം സ്വന്തമായിട്ട് പൈസ വേണം നമ്മൾ നോക്കാനായിട്ട്. ഒരച്ഛനും പട്ടിണി കിടന്ന് മരിച്ചായിട്ട് ലോക ചരിത്രത്തിൽ കേട്ടിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? നീ മരിച്ചു കഴിഞ്ഞിട്ട് സ്വത്തുണ്ടെങ്കിൽ ആൾക്കാർ തെറി പറഞ്ഞെടുത്തിട്ട് പോകുള്ളൂ. വീട്ടുകാരാണെങ്കിൽ തിരിഞ്ഞു നോക്കത്തില്ല, കാശ് കിട്ടാൻ വേണ്ടിയുള്ള തല്ലുമൊക്കെ കാണും. അപ്പോൾ എന്തിനാ? അതുകൊണ്ട് അച്ഛന്മാർ നമ്മൾ പിന്നെ തന്നെയല്ല, ഞാനപ്പോൾ ഇല്ലാത്തൊരാൾക്ക് കൊടുക്കാൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ വെച്ചിട്ട് പറയാൻ പറ്റുമോ, നീ അവനെ കൊടുക്ക്, അവനില്ല എന്ന് പറയാൻ പറ്റും? എൻ്റെ കയ്യിൽ പോക്കറ്റിൽ കാശ് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ധൈര്യം കൊടുക്കട, അവന് കൊടുക്കുക, അവന് പാവപ്പെട്ട. സോ വി ഷുഡ് ബി പുവർ. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു സാമ്പത്തിക, ഞാൻ സമ്പത്ത് സ്വരൂപിക്കാൻ വേണ്ടി ചിന്തിക്കരുത്, ഇതുപോലെ നടക്കരുത്. കുടുംബങ്ങളെക്കുറിച്ച് പണ്ട് കാലത്ത് ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ഒരുമിച്ചുള്ള സൗഹൃദം,
ആ ഒരു ബന്ധം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല എന്നാണ് പൊതുവെ പറയുന്നത്. ആ. പിതാവിന് എന്താണ് കുടുംബങ്ങളോട് പറയാനുള്ളത്? ഇത് കഴിഞ്ഞ ദിവസം ഞാനീ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഞാനിങ്ങനെ വീടുകളിൽ പോകുന്നുണ്ട്, ഇന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചർച്ച ചെയ്തപ്പോൾ ഓരോരുത്തരോടും കുടുംബ പ്രാർത്ഥനയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയാൻ പറ്റും. യൂത്ത്, കുട്ടികൾ, അവരുടെ ചിന്തകൾ. അപ്പോൾ ഒരു യൂത്ത് പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ബിഷപ്പ്, ബിഫോർ യു ആസ്ക് us ടു ഹാവ് ഫാമിലി പ്രെയർ, യു ആസ്ക് us ടു മേക്ക് ഫാമിലി. ഭയങ്കര എൻ്റെ കണ്ണു തുറപ്പിച്ചൊരു കാര്യമാണ്. അപ്പനും അമ്മയും മക്കളൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് വേണ്ടേ കുടുംബ പ്രാർത്ഥന എല്ലാവരും? അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തിബന്ധങ്ങൾ, അപ്പൻ, അമ്മ, മക്കള്, ആ റിലേഷൻ കുറേ ഈ മൊബൈലാണ് എടുത്തു കളഞ്ഞത്. ചോറുണ്ണാൻ ഇപ്പോൾ മറ്റേ എന്തൊരു സാധനം ചെവിയിൽ വയ്ക്കുന്ന സാധനം വന്നിട്ടുണ്ട്, അത് രണ്ടെണ്ണത്തിൽ വെച്ചിട്ട് വന്ന് കേട്ട് കേട്ട് ചോറുണ്ട് പോവും, അങ്ങോട്ട് മിണ്ടത്തില്ല. അത് പ്രത്യേകിച്ച് അത് നമ്മുടെ എൻ്റെ രൂപതാതിർത്തിക്കുള്ള വീടുകളിൽ, പ്രത്യേകിച്ച് ടൗൺ സിറ്റുവേഷനിൽ കൂടുതലാണ്. അത് മാറി കുറച്ച് സമയം ഈ ചെവിയിൽ നിന്നൊക്കെ മാറ്റിയിട്ട് വായൊക്കെ തുറന്ന് വർത്തമാനം പറയുന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അത് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി അതോടുകൂടി കാരണം കുറച്ച് സമയം കിട്ടും. ഇപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും സംസാരിക്കണം. ഈ രണ്ട് തരത്തിലുള്ള റിലേഷനിലാണ് നമുക്ക് നീങ്ങാൻ പറ്റത്തില്ല. തുറന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇതുപോലെ വേറൊരു യൂണിറ്റിൽ മീറ്റിങ്ങിന് ചെന്നപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു യൂത്ത് എന്ന് എന്നോട് പറഞ്ഞു, ബിഷപ്പ് എന്താ ചിന്തിക്കുന്നത്? ഞങ്ങളൊക്കെ ഈ പ്രായത്തിൽ, ഞങ്ങൾ 17 വയസ്സായവന്, മെനി ഓഫ് us ആർ ഡിപ്രസ്ഡ്. ബിഷപ്പ് ചെയ്യേണ്ടതേ ഇങ്ങനെ നടക്കുകയല്ല. എല്ലാ പള്ളികളിലും ചെന്ന് ഞങ്ങൾക്കൊന്ന് തുറന്നു പറയാനായിട്ട് കുറച്ച് ആൻറ്റിമാരെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ബിഷപ്പ് വിചാരിക്കും, ഇന്ന ആൻറ്റി ഞങ്ങൾ അപ്പനോട് അമ്മനും തുറന്നു പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ എന്നോട് ആ പയ്യൻ. ബിഷപ്പ് വിചാരിക്കും, ഇന്ന ആൻറ്റി നിനക്ക്. അങ്ങനെ ബിഷപ്പ് തീരുമാനിക്കരുത്. ഞങ്ങളോട് ചോദിക്കണം ഏത് ആൻറ്റി വേണമെന്ന്. ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റാവുന്ന ആൾക്കാരുണ്ടാകണം. ആ കമ്മ്യൂണിക്കേഷനൊക്കെ ബ്രേക്കായി ഇന്ന്. ആൻഡ് മെനി ആർ ഡിപ്രസ്ഡ്. സൈക്കിക് മെഡിസിൻസിന് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ ദേ ഗോ ഫോർ ഡ്രഗ്സ്. ഞങ്ങളിപ്പോൾ യൂണിറ്റുകളിൽ ചർച്ച ചെയ്യുന്ന വലിയൊരു കാര്യം ഡ്രഗ്സ് കൂടിയുണ്ട്. നമ്മുടെ പല കുട്ടികൾ ഒരു കുട്ടി ഡ്രഗ്സിന് അഡിക്റ്റായി പോയി ഔട്ടായില്ലേ? അപ്പം അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുകയും ശക്തമായിട്ട് ഡ്രഗ്സിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സംവിധാനം എടുക്കുകയും ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഔട്ട്. കുടുംബ ബന്ധങ്ങളിൽ ഈ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. കുടുംബങ്ങളിലെ ഒരുമിച്ചുള്ള യാത്ര, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള പ്രാർത്ഥന പിതാവ് പറഞ്ഞു. ഇപ്പോൾ ബഹുഭൂരിഭാഗം യുവജനങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ്. ഈ ലഹരിക്ക് അടിമപ്പെടാതെ വേറെ ഏതെല്ലാം ലഹരികളാണ് അവർക്ക് ഉപയോഗിക്കുക എന്നുള്ളത് പിതാവിനൊന്ന് പറഞ്ഞു തരാൻ പറ്റും? അതായത് വായന ഒരു ലഹരിയാണ്, യാത്ര ഒരു ലഹരിയാണ്, പ്രാർത്ഥന ഒരു ലഹരിയാണ്. പിതാവിന് പെട്ടെന്ന് പറയാവുന്ന ഒരു കുറച്ച് ലഹരിയെ കുറിച്ചൊന്ന്. വായന ലഹരിയിലേക്ക് ഒരിക്കലും പോകത്തില്ല. ലഹരിയിലേക്ക് ഒരുമിച്ച് ഭക്ഷണത്തിനൊക്കെ പോവുകയാണെങ്കിൽ അതിന്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇതുവരെ ഒരു മീറ്റിങ്ങിൽ ഒരു യൂത്ത് പറഞ്ഞു, ബിഷപ്പ്, ഈ ഡ്രഗ്സിലേക്കൊക്കെ പോകുന്നത് ഞങ്ങൾ ഡിപ്രഷൻ വരുമ്പോഴാണ്, അല്ല വെറുതെ പോയി ആരും ഡ്രഗ്സ് തിന്നുന്നില്ല. ഞങ്ങൾ യൂത്തൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ ഞങ്ങൾ പോയി പുറത്ത് പോയി നല്ല ഫുഡ് അടിക്കും, അതാണ് ഞങ്ങൾ ഡിപ്രഷൻ മാറ്റാൻ രീതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് പറയാ, ബിഷപ്പ്, ഞങ്ങൾ പെണ്ണുങ്ങൾക്കുണ്ട് ഈ ഡിപ്രഷനൊക്കെ. ഞങ്ങൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ ഞങ്ങൾ പോയിട്ട് 2 തൈര് വട അടിക്കുന്നു. തൈര് വട അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പുതിയ കണ്ടുപിടുത്തമാണല്ലോ, തൈര് വട അടിക്കും. അപ്പോൾ ഫുഡ്, വായ ലഹരി, അത് ഒരു റിലാക്സേഷനാണ്. ഒരുമിച്ച് പോയി കുറച്ച് പുറത്ത് ഭക്ഷണം കഴിക്കുക, പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ. അതുപോലെ തന്നെ ശരിക്കും പരിഹാരം ഞാൻ ചിന്തിക്കുക പ്രാർത്ഥനയും വിശ്വാസവും ഉള്ളൂ. അല്ലാണ്ടൊന്നും ശാശ്വതമായി പരിഹാരമില്ല. മറ്റേതൊക്കെ തൈര് വട അടിച്ചാൽ കുറച്ച് നേരത്തേക്ക് ഡിപ്രഷൻ പോവും, ഫുഡ് അടിച്ചാൽ കുറച്ച് നേരത്തേക്ക് ഡിപ്രഷൻ പോവും. ശാശ്വതമായി ഡിപ്രഷൻ പോകണമെങ്കിൽ ദൈവത്തിലേക്ക് തിരിയണം, പ്രാർത്ഥനയിലേക്ക് മടങ്ങണം. ആ ലഹരി അല്ലാതെ വേറൊരു ലഹരിക്കും സാധിക്കില്ലെന്നാണ് എൻ്റെ ചിന്ത. പണ്ട് കാലഘട്ടത്തിൽ നമുക്കറിയാം, പള്ളിമുറ്റം എന്ന് പറയുന്നത് ഒരുമിച്ച് കളിക്കാനായിട്ട്, ഒരുമിച്ച് വളരാനുള്ളൊരു സ്ഥലമാണ്. ഇന്ന് അങ്ങനെ പള്ളിമുറ്റങ്ങളില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം പള്ളിമുറ്റങ്ങൾ കാണാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പള്ളിയിലേക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കടന്നു വരാനായിട്ടുള്ള വഴികൾ? കുട്ടികളെ എങ്ങനെ ആകർഷിച്ച് പള്ളികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അച്ഛൻ ചോദിക്കുന്നത്.
എനിക്ക് തോന്നുന്നു നമ്മുടെ ചില അച്ഛന്മാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയത് ടർഫ്, തിയേറ്റർ, ടൂറ്, ടർഫ്, പിന്നെ ട്രീറ്റ്. ഞാൻ 4T ഫോർമേഷൻ എന്ന് പറയും. ഇപ്പോഴത്തെ ആധുനിക തലമുറയുടെ 4T ഫോർമേഷൻ. 4T ഫോർമേഷൻ. ടൂർ പോകാൻ ഇഷ്ടമാണ്, തിയേറ്ററിൽ പോകാൻ ഇഷ്ടമാണ്, ടർഫ് ഇഷ്ടമാണ്, ട്രീറ്റ് ഇഷ്ടമാണ്. ഞാൻ പറയാ കുട്ടികളൊക്കെ അച്ഛന്മാർ ഇപ്പോൾ ചിലർ ടർഫിൽ കളിക്കാനായിട്ട് വിളിച്ചാൽ പിള്ളേരോടേക്ക് എത്തും. അപ്പോൾ കളിച്ച് അതിലൂടെ പള്ളിയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാനായിട്ട് അത് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അങ്ങനെ വേണ്ടി വരും. അപ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ രീതിയിൽ സ്നേഹിച്ച് സഹകരിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന് ഇനിയുള്ള അജപാലന മേഖലകളിൽ പിതാവ് വ്യക്തിപരമായി ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതാണ്? തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കേണ്ട മേഖലകൾ, ഞാൻ പേഴ്സണലായിട്ട് ശ്രദ്ധിക്കേണ്ട മേഖലകൾ മോട്ടിവേഷൻ ആൻഡ് ആനിമേഷൻ. അച്ഛന്മാരെ അല്ലെങ്കിൽ സമർപ്പിതരെ മോട്ടിവേറ്റ് ചെയ്ത് ആനിമേറ്റ് ചെയ്ത് പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഞാൻ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്. കാരണം പരിമിതികളുണ്ടല്ലോ, ശാരീരികമായിട്ടുള്ള പണ്ടത്തെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിലും ഇന്നങ്ങോട്ട് ഓടിയെത്തുന്നില്ല വിചാരിക്കുന്ന മാതിരി. അപ്പം അതുകൊണ്ട് പ്രവർത്തന ശേഷിയുള്ളവരെ പ്രവർത്തിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ബാക്ക് സപ്പോർട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയ കാലഘട്ടത്തിലെ മെത്രാന്മാരും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മെത്രാന്മാരും ഏതെല്ലാം മേഖലകളിലാണ് മാറേണ്ടത്? അത് സഭയുടെ ദൈവജനത്തോട് ചേർന്ന് നിൽക്കേണ്ടത്. ഞാൻ ചിന്തിക്കുക, ഞാൻ വേറെ മെത്രാന്മാരൊന്നും പറയുന്നില്ല. ഞാൻ പണ്ട് ബിഷപ്പായിട്ട് വന്ന അവസരത്തിൽ കുറച്ച് നാൾ എയർ പിടിച്ച് നടന്നു. എനിക്കറിയില്ല അത്. പിന്നെ ആലോചിച്ച് ഞാൻ ഇതിനെ എയർ പിടിച്ച് നടക്കുന്നത്, ഇതിനകത്തൊന്നുമില്ല. ഇപ്പം ഈ അരപ്പട്ട കെട്ടിയിരിക്കുന്നു, അതൊരു സിമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ ഇത് കഴിഞ്ഞ് എൻ്റെ മുറി ചെന്ന് ഞാൻ പാൻസും ചുപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വിഗ്രഹമായിട്ട് മാറരുത് നമ്മുടെ ഈ വേഷഭൂഷാദികളൊന്നും. വി ഷുഡ് ബി ഹ്യൂമൺ ആൻഡ് അപ്രോച്ചബിൾ, അവൈലബിൾ. ഞാൻ അച്ഛനെ കുറിച്ച് കൂടി, എന്നെ ഇൻ്റർവ്യൂ നടന്ന അച്ഛനാണെങ്കിൽ കൂടി അച്ഛനെ എനിക്ക് അറിയാം, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്, അച്ഛൻ്റെ പ്രത്യേകത ഞാൻ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ്. ഓൾവേസ് അവൈലബിൾ ടു ഓൾ, വെരി അപ്രോച്ചബിൾ, ആർക്കും വന്ന് ഇടപെടാം, അപ്പോയിൻമെൻ്റ് എടുക്കണ്ട. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റൈലിൽ വരണം. ഞാനടക്കം എല്ലാ മെത്രാന്മാരും ചിന്തിക്കുന്നത് ഷുഡ് ബി വെരി ഹ്യൂമൺ, അപ്രോച്ചബിൾ. ഒരു തടയും പാടില്ല നമ്മുടെ മുമ്പിൽ. അത് ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻ ആർക്കും വന്ന്, ഏത് പറമ്പി പണിയുന്ന ആളുകൾ ആർക്കും വന്ന് നമ്മുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്ന രീതിയിലേക്ക് വരണം. അങ്ങനത്തെ ഒരു ഫ്രീ അപ്രോച്ച് ആയിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന. മുഴുവൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ദൈവജനവും സഭയും തമ്മിലുള്ള ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏത്? ദൈവജനവും സഭയും തമ്മിലുള്ള ബന്ധത്തിൽ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു സഭയെക്കുറിച്ചുള്ള അവയർനെസ് കൊടുത്താൽ തന്നെ ഓരോരുത്തരുടെ റോൾ എന്താണ്. ദൈവജനത്തിനും കൃത്യമായ റോളുണ്ട്. ദൈവസ്വരം ദൈവജനത്തിലൂടെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുമാതിരി മാമോദീസ ജലം തലയിൽ വീഴുന്ന ഏതൊരു വ്യക്തിയും പൊതുപൗരത്വം സ്വീകരിച്ച വ്യക്തിയെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക, ഓരോരുത്തർക്കും ഈ ദൗത്യം ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ അവരെ അവെയറാക്കി കഴിഞ്ഞാൽ സഭയിൽ അവർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. നമ്മൾ പലപ്പോഴും അവരെ മാറ്റി നിർത്തരുത്. ബ്രിങ് ദം, ദേ വിൽ വർക്ക്. ഓരോ കാലഘട്ടത്തിലും ഓരോ മാർപ്പാപ്പന്മാരും അനുഗ്രഹം തരുന്ന പ്രവാചകന്മാരാണ് മാർപ്പാപ്പന്മാർ. ഫ്രാൻസിസ് മാർപ്പാപ്പയാകട്ടെ, ലിയോ 14 മാർപ്പാപ്പയാകട്ടെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ നല്ലൊരു മിഷണറി മാർപ്പാപ്പയാണെന്നുള്ളതാണ് പ്രബോധനങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. മാർപ്പാപ്പയുടെ ഈ പ്രബോധനങ്ങളെ എത്രത്തോളം നമ്മുടെ രൂപതയിലേക്ക് കൊണ്ടുവരാനായിട്ട് പിതാവ് ആഗ്രഹിക്കുന്നത്? പുതിയ മാർപ്പാപ്പയുടെ ചിന്തകൾ ഞാനിങ്ങനെ മനസ്സിലാക്കി കൊടുത്തോളം ഈസ് വെരി ഹ്യൂമൺ ആൻഡ് അപ്രോച്ചബിൾ ആണ്. അതുമാതിരി തന്നെ ആദർശം വിട്ടുള്ള കളിയില്ലതാണ്. ഞാനും ആ ആഞ്ചലിക്ക യൂണിവേഴ്സിറ്റിയിലാണ് മാർപ്പാപ്പ ഉണ്ടായിരുന്ന. എനിക്ക് ഓർഡിനേഷനും ഒരേ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. മാർപ്പാപ്പയുടെ ഓർഡിനേഷൻ 82 എന്ന് എനിക്ക് തോന്നുന്നു, ആ ഒരു ഇയറാന്ന് തോന്നുന്നു. ഞാനും ആ ലൈസൻസ് ഷെറ്റ് ചെയ്തപ്പോൾ അഞ്ചലിക്കമ്പിലാണ് പഠിച്ചിരുന്നത്. ഇവിടെ അഗസ്റ്റീനിയൻ സ്ഥാപനമാണല്ലോ. പ്രിൻസിപ്പിൾസിലൊന്നും വ്യത്യാസമില്ല. ആ സമയത്ത് അവതരണത്തിൽ വെരി പൊളൈറ്റ്. ദാറ്റ് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ്. തത്വത്തിലൊന്നും വിടാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഈ ഓവർ റിജിഡിറ്റിയും ഓവർ ലാക്സിറ്റിയാണ് ഇന്ന് സഭയിലെ എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. വി ഷുഡ് ബി ബാലൻസ്ഡ്. വെർച്യു സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ. ഞാൻ ഒരു
ട്രെയിൻ രണ്ടും തിരിക്കണം. ട്രെയിൻ തിരിക്കുന്നത് മോട്ടോർ സൈക്കിൾ തിരിക്കുന്ന വ്യത്യാസമുണ്ട്. എനിക്ക് അവിടേക്ക് എത്തണമെങ്കിൽ ഞാൻ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ പോകും. ട്രെയിൻ തിരിക്കുന്ന എങ്ങനെ തിരിച്ചു പോകണം, ഇങ്ങനെ തിരിച്ചു പോകണം, ഇങ്ങനെ തിരിച്ചു പോകണം, ഇങ്ങനെ തിരിച്ചു വരണം. ഇന്നിപ്പോൾ ചിലർ ട്രെയിൻ മോട്ടോർ സൈക്കിൾ തിരിക്കുമ്പോൾ തിരിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് ആഗോള സഭയിൽ അനുഭവിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുക. സോ വി ഷുഡ് ബി വെരി മച്ച് പ്രൂഡൻ. വി ഷുഡ് ബി സ്ട്രോങ് ഓൺ യുവർ പ്രിൻസിപ്പിൾസ്. അത് സ്ലോലി അതിലേക്ക് ആ അവതരണ രീതിയും നയപരമായിട്ട് കൊണ്ടുവരുന്ന രീതിയിലേക്ക് വരണം എന്നുള്ളതാണ് വെച്ചത്. ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ സഭയുണ്ട്, മലങ്കര സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്. കുറേ സഭകൾ ഈ ഒരു രൂപതയുടെ പ്രാദേശിക സ്ഥലങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അവരുമായിട്ട് പിതാവിൻ്റെ ഒരു ബന്ധം എങ്ങനെയാണ്? ഞാൻ വളരെ റീത്തുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇസ് ബേസ്ലെസ്. ഞാനും ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് വളരെ ഫ്രണ്ട്സാണ്, ബിഷപ്സായിട്ടും. 24 വ്യക്തിഗത സഭകളുണ്ട്, അതാണ് റീത്തുകൾ എന്ന് പറയുന്നത്. അത് ശിഷ്യന്മാരിൽ നിന്ന് വന്നതാണ്. ഒക്കെ സഹോദരങ്ങൾ, ഒരു വീട്ടിലെ സഹോദരന്മാരാണ്. അപ്പോൾ തമ്മിൽ വഴക്കടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക. എനിക്ക് തോന്നുന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത്. പിന്നെ ഇതൊക്കെ താഴേക്കിടയിൽ അറിവില്ലാത്ത എന്താണെന്ന് അറിയാത്തവരാണ് തമ്മിൽ ഇത് എന്തോ തല്ലുകൂടുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സീറോ മലബാർ സംബന്ധിച്ചിടത്തോളം ഈ രൂപതയുടെ അടുത്ത് കിടക്കുന്ന മറ്റു രൂപതകളാണ്, ഒന്ന് രാമനാഥപുരം രൂപത, ഒന്ന് തക്കല രൂപത. അപ്പോൾ 3 രൂപതകളും മിഷൻ രൂപതകളാണ് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം. ഈ 3 മിഷൻ രൂപതകളും എത്രത്തോളം സീറോ മലബാർ സഭയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലുള്ള ഈ 3 രൂപതകൾ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രൂപതകൾ തന്നെയാണ്. മറ്റു പല മിഷൻ രൂപതകളെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും സീറോ മലബാർ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും കൂടുതൽ ഈ രൂപതകളിലുണ്ട്. മിഷൻ രൂപതകളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു തക്കലയിലാണെങ്കിലും രാജേന്ദ്രൻ പിതാവാണ്, ഇവിടെ പോൾ ആലപ്പട്ട പിതാവാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയും TNBC തമിഴ്നാട് ബിഷപ്സ് കോൺഫറൻസിലൊക്കെ ആണെങ്കിലും ഒരുമിച്ച് കൂടുകയും നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അതുമാതിരി തമിഴ്നാട് ബിഷപ്സ് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം മിഷൻ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷവൽക്കരണമാണ്. ഈ മിഷൻ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പിതാവിൻ്റെ രൂപതയിലെ മിഷൻ സുവിശേഷവൽക്കരണം എങ്ങനെയെല്ലാമാണ് നടത്തുന്നത്? എനിക്ക് തോന്നുന്നു ഡയറക്റ്റായിട്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണം. അതെല്ലാവർക്കും സാധ്യമല്ല. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വികാരിയാണുള്ള ജോസ് മാലേക്കൽ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് പോകണ നേരത്തെ ആ ഡ്രൈവർ എന്താ ഫാമിലി പ്രോബ്ലം പറഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് ബൈബിൾ വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് ആശ്വസിപ്പിക്കുന്നു. അത് സുവിശേഷ പ്രഘോഷണമാണ്, സാധ്യമാണ്. അവിടെ വേറെ എവിടെയെങ്കിലും വചനത്തെക്കുറിച്ച് പറഞ്ഞാൽ വാക്കത്തിരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ പ്രൂഡൻസ് വി ഷുഡ് ബി പ്രൂഡൻറ്റ് ഇനഫ്. അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട്. അവിടെ വചനം പ്രഘോഷിക്കാൻ പോണ്ട. അവിടെ പാവപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അവന് കുറച്ച് മരുന്ന് മേടിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈശോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അവസരം സ്നേഹിക്കാനാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ സന്ദേശം ഞാൻ ഈ പ്രവർത്തനത്തിലൂടെ പ്രഘോഷിച്ചില്ലേ. അപ്പോൾ സാധിക്കുന്നിടങ്ങളിൽ ഡിറക്റ്റ് ഇവാഞ്ചലൈസേഷൻ, സാധിക്കാത്തിടങ്ങളിൽ ഇൻഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ. അത് പ്രൂഡൻ്റായിട്ട് ചെയ്യണം. നമ്മുടെ ഇംപ്രൂഡൻസ് കൊണ്ട് അസ്വസ്ഥത ഉണ്ടാകരുത്. രൂപതയെ സംബന്ധിച്ചിടത്തോളം മറ്റു മതസ്ഥരോട് രൂപത കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയുടെ ഒരു മുഖമാണ് പാലിയേറ്റീവ് കെയർ ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ FCC ഫ്രാൻസിസ്കൻ ക്ലാരസ് സിസ്റ്റേഴ്സ് നടത്തുന്ന ജീവോദയ സ്ഥാപനമുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഓഫ് SD കോൺഗ്രിഗേഷൻ നടത്തുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുഞ്ഞുമക്കൾക്കുള്ള സ്ഥാപനമുണ്ട്. ഇതിലെല്ലാം പിതാവ് എത്രത്തോളമാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ പറയാം രൂപതയുടെ ശരിയായിട്ടുള്ള മുഖം അതാണെന്ന് ഞാൻ പറയാം. നമ്മുടെ സാന്തോ സ്നേഹതീരമുണ്ട്. അവിടെ 10-70 മാനസിക രോഗികൾ പലരും ആരോഗ്യമില്ലാത്ത സ്ത്രീകളെ നോക്കുന്ന നമ്മുടെ രൂപതയുടെ സ്ഥാപനമാണത്. അവിടുത്തെ റോജിൻസച്ച് വളരെ കഷ്ടപ്പെടുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് പോരാണ്, പക്ഷെ അവരോട് നിൽക്കുകയാണ്. ചിലപ്പോൾ അടിക്കും കടിക്കും, അങ്ങനെ പല മാനസിക വൈകല്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് പറയാറുണ്ട്, റോജിൻസച്ച ഈ സാധോ സ്നേഹത്തിലാണ് രൂപതയുടെ മുഖച്ഛായ. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പറയാം. അവശരിലേക്ക് എത്തി നിൽക്കുന്ന യേശുവിൻ്റെ മനോഭാവം,
എപ്പോഴും രോഗികളോടുകൂടി ആയിരിക്കുന്ന ഈശോ. ബി വിത്ത് ദ പുവർ ആൻഡ് ഡൗൺ ട്രോഡൻ. ദാറ്റ്സ് ദ ഫേസ് ഓഫ് ദ ചേർച്ച്. ദാറ്റ്സ് ദ ഫേസ് ഓഫ് അവർ ഡയസിസ്. ഡയസിസ് വേറൊരു മുഖമില്ല എനിക്ക്, നമുക്കില്ല. ഈ രൂപതയില് വൈദിക വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിലുണ്ടോ? സെമിനാറിൽ പഠിക്കുന്നുണ്ടോ വൈദിക വിദ്യാർത്ഥി? 10-23 പേരിലധികം പല ബാച്ചുകളായിട്ടുണ്ട്. ഈ വർഷവും 3 പേർക്ക് പട്ടമുണ്ട്. ഈ വർഷം അവസാനം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു 3 പേർക്ക് പട്ടം. അപ്പം അങ്ങനെ രൂപതയിൽ അച്ഛന്മാർ വരുന്നുണ്ട്. ഇവരൊക്കെ ഈ വില്ലേജുകളിലേക്ക് ഇറങ്ങി സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള വലിയ ദൗത്യം ഏറ്റെടുക്കണം. തൊട്ട് എളുപ്പമല്ല. ഈ വില്ലേജുകളിൽ സുവിശേഷവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ വെല്ലുവിളികൾ ഉണ്ടോ? ഇല്ലേ? വലിയ വെല്ലുവിളികളുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ബ്രദേഴ്സിന്റെ ക്യാമ്പ് ഒരു വില്ലേജിലാണ് വെച്ചിരുന്നത്. ഞാൻ പിറ്റേ ദിവസം അപ്പോൾ ഇവിടെ നിന്ന് 350 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകണം ആ വില്ലേജിലേക്ക്. ബ്രദേഴ്സ് തലേ ദിവസം പോയി. പിറ്റേ ദിവസം ഞാൻ പോകാനായിട്ട് കാലത്ത് വണ്ടിയിൽ കയറാൻ നിൽക്കണ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ബ്രദേഴ്സൊക്കെ വീണ്ടും എൻ്റെ സ്ഥലത്ത് വന്നിരിക്കുന്നു, തിരിച്ചു വന്നിരിക്കുന്നു. ചോദിച്ചപ്പോൾ മനസ്സിലായത് അവിടെ ഇവരെങ്ങാണ്ട് കുർബാന ചൊല്ലി ഒരു വീട്ടിലെങ്ങാണ്ട് മൈക്ക് വെക്കാതെ. പക്ഷെ ആൾക്കാർ ആ വീട് വളഞ്ഞു. ഇവിടെ പരിപാടി നടക്കില്ല. ഉടനെ നമ്മുടെ ബ്രദേഴ്സ് എല്ലാവരും ബാഗ് എടുത്ത് തിരിച്ചെത്തി. അപ്പം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോണ്ടി വന്നില്ല. അപ്പം ഇതൊക്കെ വെല്ലുവിളികളാണ്. ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരിക. കർത്താവിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു, പിന്നെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായിരുന്നു മദ്രാസ്, ചെന്നൈ മിഷൻ അത് രൂപതയായി എന്നുള്ളത്. 8 വർഷങ്ങൾക്ക് ശേഷം ഇനി സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഇടയനെ നൽകി, വൈദികരെ കൊടുത്തു, അത് സിസ്റ്റേഴ്സ് ഉണ്ടായി, ദൈവജനങ്ങൾ വളർന്നു എന്നുള്ളതാണ്. ഇനി ഈ രൂപതയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വപ്നം എന്താണ്, അല്ലെങ്കിൽ വിഷൻ എന്താണ് ഈ രൂപതയെ സംബന്ധിച്ച്? വില്ലേജുകളിലേക്ക് ഇറങ്ങണം. ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 30 ഇടവകൾ എന്ന് പറയുന്നത് 3000 വില്ലേജുകളിലേക്ക് പോകാനുള്ള ഒരു അണികളെ ഒരുക്കാനുള്ളൊരു വേദി മാത്രമായിട്ടുള്ളൂ. ഇനി ഇവരൊക്കെ വില്ലേജുകളിലേക്ക് ഇറങ്ങണം. യേശുവിൻ്റെ സ്നേഹ സന്ദേശവുമായിട്ട് ഐദർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോഴാണ് സ്വപ്ന സാക്ഷാത്കാരം നടക്കത്തുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ മുഴുവൻ ഈ 3 രൂപതകളിലൂടെ യേശുവിൻ്റെ സുവിശേഷം എത്തിക്കണം. ഇപ്പം നമ്മുടെ ഈ രൂപതയ്ക്ക് രൂപം കൊടുക്കുന്ന അവസരത്തിൽ വന്നൊരു ചോദ്യം ഇതായിരുന്നു, എന്തിനാണ് ഈ രൂപത? തൽക്കാലം മൈഗ്രേറ്റ്സിൻ്റെ കെയറൊക്കെ ഇവിടെ അവർ നടത്തുന്നുണ്ടല്ലോ ലത്തീൻ ഇടവകളിൽ. അപ്പം മാർപ്പാപ്പ ചോദിച്ച ചോദ്യമാണ്, എല്ലാ വില്ലേജുകളിലേക്കും നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷം എത്തിച്ചോ? മുഴുവൻ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എത്തിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ രൂപതയ്ക്കാണ് രൂപം കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഓക്കെ. ഇനി പിതാവിന് ഈ ശാലോം പ്രേക്ഷകരോട് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? മറ്റൊന്നില്ല, നമ്മൾ തീർച്ചയായിട്ടും ഹോസൂർ രൂപതയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തി ഇക്കാര്യം പൊതുജനങ്ങളെ അറിയിക്കുന്നതിൽ ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ ശാലോമിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മീഡിയ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്ന ഒരു മാർഗമാണിന്ന്. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം, യേശുവിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട്. മറ്റു നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, ഞാൻ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, ശക്തമായിട്ട് മീഡിയയിലൂടെ ദൈവത്തിനെതിരെ നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാനെന്ന് എന്ന് തന്നെ ഞാൻ പറയും. എൻ്റെ വിശ്വാസം നിന്നുകൊണ്ട് ശ്രമം നടത്തുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് സാഹചര്യത്തെ നോക്കി കാണരുത്. ഇറ്റ് ഷുഡ് ബി അലേർട്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫുള്ളി ഇൻവോൾവ് ഇൻ ഗിവിംഗ് വിറ്റ്നസ് ടു ജീസസ് ത്രൂ മീഡിയ. സ്നേഹം നിറഞ്ഞ പിതാവേ, ശാലോം മീഡിയ ഇടയ ശബ്ദത്തിലൂടെ അഭിമന്യ പിതാവിനെയും രൂപതയെയും അറിയാനുള്ള ഒരു എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് ഈ പ്രാവശ്യത്തെ ഹൊസൂർ രൂപതയെക്കുറിച്ചും അഭിമന്യ പിതാവിനെയും കുറിച്ചായിരുന്നു, രൂപതയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു. പിതാവ് ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ശാലോം മീഡിയയുടെ കൂടെ പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾക്ക് ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ശാലോം മീഡിയയുടെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു.